അടുത്തത് നമ്മൾ റോളിംഗ് കലണ്ടേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. റോളിംഗ് കലണ്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ഡേറ്റ് കൊടുത്തു. ഇപ്പം 2023 ജനുവരി മുതൽ എനിക്ക് ഇപ്പം വരെയുള്ള ഈ കറണ്ട് ഡേറ്റ് വരെ എനിക്കത് കാണണം. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് തൊട്ട് കറണ്ട് ഡേറ്റ് വരെ നമുക്ക് കാണണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോളിംഗ് കലണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് ഫോർമുല ബാറിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരെണ്ണം നമുക്ക് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം. അപ്പൊ അതിന് ഹോം എടുക്കാം. ഹോമില് ന്യൂ സോഴ്സില് ബ്ലാങ്ക് ക്വറി. അവിടെ നമ്മൾ ആദ്യം നമ്മളുടെ കണ്ടീഷൻ കൊടുക്കും. ഇപ്പം ബ്ലാങ്ക് ക്വറി എടുത്തപ്പോ എന്താ ചേഞ്ച് വന്നത്? ഇവിടെ ക്വറി 1 എന്ന് വന്നു. ഓക്കെ, ഇവിടെ മൊത്തം എന്താ ടേബിൾസ് ഒന്നും കാണാനില്ല. അപ്ലൈഡ് സ്റ്റെപ്സിൽ ആകെ സോഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം സോഴ്സ് എന്ന് പറയുന്നത് എന്ത്? നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്നത് ഒരു കണ്ടീഷൻ. അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഡേറ്റ്, ഒരു ഡേറ്റ് നമ്മൾ കൊടുക്കാൻ പോവാണ്. ആ ഡേറ്റ് മുതൽ ഇപ്പം വരെയുള്ള ഡേറ്റ് ആണല്ലോ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ആ കണ്ടീഷൻ കൊടുക്കുക. നമുക്ക് ഏത് ഡേറ്റ് മുതലാണ് വേണ്ടതെന്ന് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ അപ്പൊ അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ആദ്യം ഈക്വൽസ് ടു പിന്നെ #, ഇടാം. എന്നിട്ട് ഡേറ്റ് എന്ന് കൊടുക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്താണ്, ഏത് ഡേറ്റ് മുതലാണോ വേണ്ടത്. ഓക്കെ, അപ്പം ആദ്യം നമ്മളുടെ ഇയർ ആയിരിക്കും, പിന്നെ മന്ത്, പിന്നെ ഡേ, അതായിരിക്കും ഫോർമാറ്റ് വരുന്നത്. അപ്പൊ ഞാനിവിടെ 2020, 1, 1 ഇതാണ് എന്റെ കണ്ടീഷൻ. എൻറ്റർ കൊടുക്കുക. എൻറ്റർ കൊടുക്കുമ്പോൾ എന്താ, നമ്മൾ കൊടുത്ത ആ ഡേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഇതിന്റെ അടിയിൽ ബാക്കിയുള്ള ഡേറ്റുകൾ വരണ്ടേ, ഇപ്പം വരെയുള്ള ഡേറ്റുകൾ വരണ്ടേ. അപ്പൊ അതിന് ഞാൻ FX കൊടുക്കുന്നു. ഇനി നമ്മളുടെ സിൻടാക്സ് നോക്കാം, ഇത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം സോഴ്സ് ഞാൻ കളയാണ്. സിൻടാക്സ് എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഡോട്ട് ഡേറ്റ്സ്. ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും, അത് സെലക്ട് ചെയ്താലും മതി. ലിസ്റ്റ് ഡോട്ട് ഡേറ്റ്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോഴ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മളിപ്പോ കണ്ടുപിടിച്ച ഈ ഒരു ഡേറ്റ് ആണ് സോഴ്സ് എന്ന് പറയുന്നത്. കോമ നമ്പർ ഡോട്ട് ഫ്രം എന്താ കൊടുക്കണ്ടേ? ഫ്രം ഏതാ? നമ്മളുടെ ഇപ്പം ഉള്ള ടൈം, കറണ്ട് ടൈം ആണ് അവിടെ കൊടുക്കേണ്ടത്. അത് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഡേറ്റ് ടൈം ഡോട്ട് ലോക്കൽ നൗ, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മള് മൈനസ് ചെയ്യാം. ഇപ്പൊ ഉള്ള ഡേറ്റിനെയും മുമ്പ് കിട്ടിയ ഡേറ്റിനെയും തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യും. ഇവിടെ നമ്പർ കൊടുത്തേക്കുന്ന വെച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ്, അതിലെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ എളുപ്പത്തിനാണ് കൊടുത്തേക്കുന്നത്. സിൻടാക്സ് അങ്ങനെയാണ്. ഓക്കെ, വീണ്ടും നമ്പർ ഡോട്ട് ഫ്രം എന്താ, സോഴ്സ് കൊടുക്കാം. കോമ ഇടാം. വീണ്ടും #. ഇനി നമ്മൾ ഡ്യൂറേഷൻ ആണ് കൊടുക്കേണ്ടത്. ഇപ്പം 1 ഇടവിട്ട് വരണോ, അതോ മീൻസ് 2 ഡേറ്റ് ആഡ് ചെയ്തിട്ട് വരണോ, അതൊക്കെ നമുക്ക് ഈ ഡ്യൂറേഷനിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിപ്പോ എന്താ കാണണ്ടേ? 1 ഇടവിട്ട് നമ്മൾ സാധാ ഡേറ്റ് പോലെ 1, 2, 3, 4, 5 വരെ കാണണം. അല്ലാണ്ട് നമ്മൾ 1 കഴിഞ്ഞാൽ പിന്നെ 3 അങ്ങനെ കാണേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയാണോ ഡേറ്റ് ഫോർമാറ്റ് അതിൽ തന്നെ കാണാം. ഇപ്പൊ ഡ്യൂറേഷനിൽ ഞാൻ 1, 0, 0, 0. ഓക്കെ, ഇനി നമ്മള് എൻറ്റർ കൊടുക്കാം. കണ്ടോ? അപ്പൊ നമുക്ക് എന്താ വന്നേ? നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡേറ്റ് മുതൽ 2020 ജനുവരി 1 മുതൽ ഇപ്പം വരെയുള്ള ഡേറ്റ് 2024 വരെയുള്ള ഇപ്പം വരെയുള്ള ആ ഡേറ്റ് നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് റോളിംഗ് കലണ്ടേഴ്സ്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്, ഇവിടെ എന്താ, ഇതിന് നമുക്ക് പുതിയൊരു ടേബിൾ ആക്കാം. ഈ റോളിംഗ് കലണ്ടേഴ്സിന് പുതിയൊരു ടേബിൾ ആക്കണമെങ്കിൽ ഇതിപ്പോ എന്താ, ക്വറി 1 എന്ന് പറയുന്ന ഒരു ടേബിൾ ആയിട്ടില്ല. കണ്ടോ? മറ്റുള്ള ടേബിൾസിന്റെ സിമ്പിൾസ് നോക്കിയേ. അപ്പൊ ഇതിന്